ഗേൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, 9ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ സമവാക്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. അങ്ങനെയെങ്കിൽ മാക്സിമം ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കണം. ഇനി അടുത്ത സെക്കൻഡ് ടൈം എക്സാം വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സെക്കൻഡ് ടൈം എക്സാം എത്തും. ഞാൻ വളരെ കുറഞ്ഞ സമയം അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ദിവസം എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ അറിയോ? നിങ്ങൾ സ്കൂളിൽ സ്പോർട്സ്, ആർട്സ്, കലോത്സവങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ദിവസങ്ങൾ പോകുന്നത് അറിയില്ല. പിന്നെ ഒരു പൂജാ ഹോളിഡേയും അതിൻ്റെ ഇടയിലുള്ള സെക്കൻഡ് സാറ്റർഡേ ഇതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സമയം തീരും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. നമുക്ക് പഠിക്കണ്ടേ? അപ്പൊ നോക്ക്, നമ്മുടെ ഫിസിക്സിലെ 9ാം ക്ലാസ്സിലെ ടോട്ടൽ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന നിയമങ്ങൾ എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ടോട്ടൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് 8 സമവാക്യങ്ങൾ, 8 ഇക്വേഷൻ പഠിക്കാനുണ്ട്. അപ്പൊ ആ ഓരോ ഇക്വേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിരിക്കണം. കാരണം വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, തയ്യാറെടുത്ത് തുടങ്ങണം. കാരണം ഫസ്റ്റ് ടൈം എക്സാമിന്റെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം മുന്നേ പഠിക്കാത്തതുകൊണ്ട് പെട്ടെന്നുള്ളൊരു സുപ്രഭാതത്തിലെ പബ്ലിക് ലൈവ് കൊണ്ട് മാത്രം നമുക്ക് മാർക്ക് നേടാൻ കഴിയില്ല. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പൊ എല്ലാവരും മാക്സിമം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളുക. നമ്മളെ ചലന നിയമങ്ങൾ, ലോസ് ഓഫ് മോഷൻ എന്നുള്ള ഭാഗത്ത് ആദ്യത്തെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇത് സമവാക്യം അറിയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണിത ബലം, അതല്ലെങ്കിൽ സഫല ബലം, അതുമല്ലെങ്കിൽ ഇഫക്റ്റീവ് ഫോഴ്സ് എന്നൊക്കെ പറയും. അപ്പൊ ഇത് കണ്ടെത്താൻ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് റിസൾട്ടന്റ് ഫോഴ്സിനെ നമ്മൾ F എന്ന കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പൊ F = F1 + F2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ, ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ആദ്യത്തെ ഇക്വേഷൻ. F = F1 + F2. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ മക്കളെ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ എന്തെങ്കിലും ഒരു ബോക്സ്, ഒരു വസ്തു എന്ന് വിചാരിക്കാം. ഇതൊരു 10 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക. അളവൊന്നും ഇവിടെ പ്രസക്തിയില്ല, ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. എന്നിട്ട് ഇവിടുന്ന് ഒരു കുട്ടി ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ഫോഴ്സ് F1 ആണെങ്കിൽ രണ്ടാമത്തെ ഫോഴ്സ് F2 ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൈറ്റിലേക്കുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വലതു ഭാഗത്തേക്കുള്ളത് പോസിറ്റീവും ഇടത് ഭാഗത്തേക്കുള്ളത് നെഗറ്റീവ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ +1 എന്നത് പോസിറ്റീവായി മാറും. +1 F1 എന്നത് എന്ത് ചെയ്യുന്നു? പോസിറ്റീവായിട്ട് മാറും. F2 എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം പറയുമ്പോൾ F = F1 + F2. ഇതാണ് നമ്മുടെ സമവാക്യം, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. F1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, F2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ ചില കുട്ടികളൊക്കെ പറയും, സാറേ അതെന്താ അങ്ങോട്ട് മാറ്റിയെടുത്തൂടെ? ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ എങ്ങനെ വേണമെങ്കിലും എടുക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ എടുത്ത്. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സിന് ഇക്വേഷന്റെ ആവശ്യം പോലും ഇല്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചില കുട്ടികൾ സമവാക്യം വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇതിലെ പ്ലസും മൈനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ദിശ, ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണെന്ന് ഓർത്ത് വയ്ക്കുക. അല്ലാതെ -30 എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇനി പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അതെന്താണ്? റൈറ്റിലേക്കാണ്, അല്ലെങ്കിൽ ഈസ്റ്റിലേക്ക്, ഇല്ലെ, കിഴക്ക് ഭാഗത്തേക്ക് എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. ഇനി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതേതാണ്? ലെഫ്റ്റ് സൈഡിലേക്ക്, ഇടത് ഭാഗത്തേക്കാണ്. അതുവാണെങ്കിൽ വെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ ഒക്കെ ഓർത്ത് വയ്ക്കാം. എങ്ങനെ വന്നാലും നിങ്ങൾ കുഴപ്പമില്ല. ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. എന്താണ്? F = എന്താണ് നമ്മൾ ഇക്വേഷൻ? F1 + F2. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പൊ ആദ്യത്തെ സമവാക്യങ്ങൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൊമന്റം. മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷ് മീഡിയം ഒരേ ടേം തന്നെയാണ്. മൊമന്റം എന്നാണ് നമ്മൾ ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ ഇവിടെ കണ്ടിട്ടും P = mv. m × v എന്നാണ്. അതായത് P = m × v. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, പ്രവേഗം. മാസും പ്രവേഗവും തമ്മിലുള്ള ഗുണിതമാണ് എന്തു പറയാ? മൊമെന്റം എന്ന് പറയുന്നത്. ഇതിലെ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് m/s ആണ്. അങ്ങനെ ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം m/s. ഇതുകൂടി ജസ്റ്റ് ഓർത്ത് വെക്കണം. അപ്പൊ P = എന്താണ് നമ്മൾ ഇക്വേഷൻ? P = മാസ് × v. v പറഞ്ഞ വെലോസിറ്റി, പ്രവേഗം. അപ്പൊ ഇവിടെ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ മൊമെന്റം കൂടും, മാസ് കൂടിക്കഴിഞ്ഞാൽ മൊമെന്റം കൂടും. അപ്പൊ മൊമെന്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ മാസ്, വെലോസിറ്റി എന്ന് ഓർത്ത് വയ്ക്കുക. അതിന്റെ യൂണിറ്റ് എന്ത് വെച്ചാൽ കിലോഗ്രാം m/s എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്കൊരു പിരമിഡ് പോലെ ആക്കി കഴിഞ്ഞാൽ ഏത് രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ ഈ ഒരു ഒറ്റ ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യണം? P = m × v. എന്താണ്? P = m × v, അല്ലെങ്കിൽ m = P/v എന്നാണ് ഉദ്ദേശിക്കുന്നത്. V =
P/M. അപ്പൊ എങ്ങനെ വന്നാലും ഈ ഒരു പിരമിഡ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം. ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസം ഇല്ല എന്ന് വിചാരിക്കുന്നു. സെറ്റ് ആണല്ലോ മക്കളെ, സെറ്റ് മാടുതോ, റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് മൊമെന്റം എന്നുള്ള ഓർത്തേക്ക്. അതിനെ ബേസ് ചെയ്തിട്ട് ഇത്രയും സമവാക്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം, അറിഞ്ഞു വെക്കണം, പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞാല് മൊമെന്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത് നോക്കിക്കോളൂ. എന്താണ് മൊമെന്റം എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മൊമെന്റ് ഇനീഷ്യൽ മൊമെന്റ്, അതായത് P = M × V. ഇതാണല്ലോ നമ്മൾ ഇക്വേഷൻ. ഇക്വേഷൻ എന്താണ്? P = M × V. ഇതില് ഈ V എന്ന് പറഞ്ഞാൽ പ്രവേഗമാണ്. അത് ആദ്യ പ്രവേഗമാവാം, അങ്ങനെയെങ്കിൽ അതിനെ U എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അന്ത്യപ്രവേഗമാവാം, അങ്ങനെയെങ്കിൽ അതിനെ V എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അപ്പൊ പ്രവേഗം തന്നെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി ആവാം. ആദ്യ പ്രവേഗവും ആവാം, അന്ത്യപ്രവേഗവും ആവാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ മാറും. ഇവിടെ എന്താണ്? ഇതിലേക്ക് നോക്കുക. ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറഞ്ഞാല് ആദ്യ മൊമെന്റം, ഫൈനൽ മൊമെന്റ് എന്ന് പറഞ്ഞാല് അന്ത്യ മൊമെന്റം. ഇത് അറിഞ്ഞിരിക്കണം, മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും അറിഞ്ഞിരിക്കണം. ഇനി ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? മൊമെന്റ് വ്യത്യാസം. എന്താ പറയാ? മൊമെന്റ് വ്യത്യാസം. ഇനി അടുത്ത റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാല് മൊമെന്റ് വ്യത്യാസ നിരക്ക്. ഇതൊന്ന് ഓർത്തു വയ്ക്കണം. ഇത്രയും സമവാക്യം നമ്മൾ പഠിക്കണം. അപ്പൊ നോക്കിക്കോളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി തരാം. കണ്ടോളൂ, പഠിച്ചോളൂ. ആദ്യ മൊമെന്റ് എന്ന് പറഞ്ഞാല് P = M × V എന്നുള്ളടത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? U കൊടുക്കണം. ആദ്യ മൊമെന്റം, അതായത് വെലോസിറ്റി എന്നുള്ളത് എന്താവും? ഇനീഷ്യൽ വെലോസിറ്റിയും പ്രവേഗം എന്നുള്ളത് എന്തായി മാറും? ആദ്യ പ്രവേഗം. സാർ ഇതൊക്കെ കേൾക്കുമ്പോൾ തലപ്രാന്ത് തുടിക്കേണ്ട, പേടിക്കേണ്ട, അത്രേ ഉള്ളൂ. പ്രവേഗം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റിയെ നമ്മൾ U എന്ന കൊണ്ടാണ് സൂചിപ്പിക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇക്വേഷൻ V എന്നുള്ളടത്ത് എന്ത് കൊടുത്താൽ മതി? V എന്നുള്ളടത്ത് U കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് അങ്ങോട്ട് പഠിച്ചേക്കാം. ഇനി അടുത്ത എന്താണ് നമ്മൾ ഇക്വേഷൻ? അന്ത്യ മൊമെന്റം, ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാല് P = M × V എന്ന് എടുത്താൽ മതി. V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഇതന്നെ എടുത്താൽ മതി. ഇനി ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ചെയ്താൽ മതി. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാൻ മതി? ഇവിടുത്തത് ഞാൻ കളർ മാറ്റി പിടിക്കട്ടെ. അപ്പോ ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് ഇനീഷ്യൽ മൊമെന്റം, ആദ്യ മൊമെന്റത്തിൽ നിന്ന് ഫൈനൽ മൊമെന്റം, അന്ത്യ മൊമെന്റത്തിൽ നിന്ന് ആദ്യ മൊമെന്റം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യുക. അതാണ് നമ്മളെ ഈ ഒരു ചേഞ്ച് ഇൻ മൊമെന്റം. ഇനി അടുത്ത റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് കേട്ടാൽ ആരും പേടിക്കരുത്. റേറ്റ് എന്ന് കേട്ടാൽ സമയം കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യാന്നാണ്. അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏത്? MV - MU/T. ഇതാണ് നമ്മളെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ ചില കുട്ടികളൊക്കെ പറയും, സാറ് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? എങ്ങനെ? ഇവിടെ മാസ് ഉണ്ട്, ഇവിടെയും മാസ് ഉണ്ട്. അത് പുറത്തേക്ക് എടുക്കാം. അപ്പൊ മാസ് × V - U/T ഇങ്ങനെയും എഴുതാം. അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇക്വേഷൻ അതാണോ ആ രീതിയിൽ പഠിക്കുക. അപ്പൊ ഇവിടെ നോക്കുക, മൊമെന്റത്തിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ഇനീഷ്യൽ മൊമെന്റം, ഫൈനൽ മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ ഇത്രയും സമവാക്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടൊക്കെ മൊമെന്റം ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് kg/s ആണ്. ഇവിടെയും kg/s. പക്ഷെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ kg/s². ഇതും ശ്രദ്ധിക്കണം, കാരണം താഴെ ടൈം വരുന്നുണ്ട്. ആ ടൈമും നമ്മളെ യൂണിറ്റിലെ സെക്കൻഡിലെ ടൈമും താഴെ വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതുകൂടി ഓർത്തിരിക്കാം. ഇതിന്റെ യൂണിറ്റ് എന്താണ്? kg/s² എന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത് ന്യൂട്ടൺ സെക്കൻഡ് ഓഫ് മോഷൻ, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമപ്രകാരമുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാല് F = ma. F = മാ, അമ്മ, മാ എന്നൊക്കെ പറയില്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ? F = ma. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ. ന്യൂട്ടൺ ഫസ്റ്റ് ലോയിൽ നമുക്ക് ഇക്വേഷൻ വരുന്നില്ല. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് ഇക്വേഷൻ വരുന്നുണ്ട്. ന്യൂട്ടൺ തേർഡ് ലോയിലും നമുക്ക് ഇക്വേഷൻ. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ ഇക്വേഷൻ പ്രകാരം എന്താണ്? F = ma. ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ത്വരണത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, ത്വരണം, അത് m/s². ഇതിനെ നമുക്ക് എന്ത് പറയാം? ന്യൂട്ടൺ എന്ന് പറയാം. അതുകൂടി ഇതിന്റെ ഒപ്പം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ന്യൂട്ടൺ എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ഒരു പിരമിഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നോക്കിക്കോളൂ, കണ്ടോളൂ, പഠിച്ചോളൂ. എന്താണ്? F = ma. അങ്ങനെ
എഫ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇനി എം എന്ന് പറഞ്ഞാലോ എഫ് ബൈ എ എന്ന് വരും. ഇനി എ എന്ന് പറഞ്ഞാലോ എഫ് ബൈ എം എന്ന് വരും. അപ്പൊ ഇതൊന്ന് ഈ ഒരു ഇക്വേഷൻ കൂടി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരമുള്ള ഒരു ഇക്വേഷൻ ഇതാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും അവസാനത്തെ ഇക്വേഷൻ, ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഇക്വേഷൻ, പക്ഷെ ഇതിനകത്ത് പ്രോബ്ലം ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇമ്പൾസ് ഓഫ് ഫോഴ്സ്, ബലത്തിന്റെ ആവേഗം. ആവേഗം എന്ന് പറഞ്ഞാൽ തന്നെ മതി, അതായത് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ തന്നെ മതി. ഇമ്പൾസ് ആവേഗം, അതായത് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. എന്താണ് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. കുറഞ്ഞ സമയം കൊണ്ട് പ്രയോഗിക്കുന്ന വളരെ വലിയൊരു ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. അതിന്റെ ഇക്വേഷൻ ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഇൻറ്റു ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് എന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് യൂണിറ്റ്. അപ്പൊ നോക്കി, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നമ്മൾ 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ, ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ 8 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഗലീലിയോ ഒബ്സർവേഷന്, ഇനേർഷ്യ, മൊമെന്റം, ഇങ്ങനെ വലിയൊരു ചാപ്റ്റർ ആണിത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഒന്നും പഠിക്കാറില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ ലൈവ് ക്ലാസ്സിനകത്ത് കോണ്ടന്റ് വീഡിയോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എല്ലാ കൺസെപ്റ്റും ഞാൻ പഠിപ്പിച്ചു തരും. ഇനി അതോടൊപ്പം തന്നെ സൈലത്തിന്റെ നിഞ്ച ബാച്ച് 3.0 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക, കാരണം വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ നമുക്ക് അടിപൊളിയാക്കണം. അപ്പോൾ ഈ ഒരു 8 സമവാക്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷ നമ്മൾ സെറ്റാക്കും.